സംസ്ഥാനത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. 3 റീജിയണൽ വൈസിൽ ഇന്ന് ഈ എന്തൊക്കെ വാർത്തകൾ പ്രതീക്ഷിക്കും? പല വാർത്തകളുടെയും ഫോളോ അപ്സും അപ്ഡേറ്റ്സും ഒക്കെ വരുന്ന മണിക്കൂറുകളിലുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. തെക്കൻ കേരളത്തിൽ നിന്ന് അൻഫ്രി ഡിസൂസയും അതുപോലെ മധ്യ കേരളത്തിലേക്ക് വന്നാൽ കെ പ്രശാന്തും വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ അനഘയുമാണ് ഈ 3 റീജിയണൽ റൗണ്ടപ്പിൻ്റെയും വിശദാംശങ്ങൾ പറയുന്നത്. ആദ്യം അൻഫിൽ ഡിസൂസയിലേക്കാണ്. അൻഫിലിറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. കാരണം ഓണക്കാലം അടുത്തു. അങ്ങനെ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? തീർച്ചയായും അമ്പിളി, ഇന്ന് തെക്കൻ ജില്ലകളിലെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ആദ്യം തലസ്ഥാന ജില്ലയിൽ ഇന്ന് ഏറ്റവും പ്രധാനമാകുന്നത് ഇന്ന് ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ തന്നെയാണ്. ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അത് ഇന്ന് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം ചെയ്യുന്നതാണ്. ഓണത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് 59.62 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് ഇന്ന് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കുന്നത്. അതോടൊപ്പം തന്നെയും മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ കേസെടുത്തവരെ കേസുകൾ പിൻവലിക്കുമെന്നാവശ്യപ്പെട്ട് ശിവസേനയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും സമരപരിപാടികളും ഒക്കെ നടക്കുകയാണ്. അങ്ങനെ വിവിധ സമരങ്ങൾക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് നട സാക്ഷ്യം വഹിക്കുന്നു. അതോടൊപ്പം തന്നെയും ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ടത് മെസ്സിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇന്ന് സർക്കാരിൻ്റെ ഒരു തുടർ നീക്കം, അതായത് തുടർ നടപടി, എന്ത് രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതിന് ഒരു പ്രഖ്യാപനമൊക്കെ ഇന്ന് നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇത് വളരെ സ്പഷ്ടമായി ഉടനെ തന്നെ അടിയന്തരമായി റിപ്പോർട്ടൊക്കെ പൂർണ്ണമായി വായിച്ചു പരിശോധിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അന്വേഷണം മാത്രം പ്രഖ്യാപിക്കട്ടെ എന്നുള്ള സൂചനയൊക്കെ നൽകിയിരുന്നു. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. അതിൻ്റെ അനുബന്ധ ചടങ്ങുകളൊക്കെ ശബരിമല കേന്ദ്രം നടക്കുകയാണ്. ഒപ്പം മറ്റൊന്ന്, അവിടെ അതിമനോഹരം എന്ന മോഹൻലാലിൻ്റെ ചിത്രം, അത് നമുക്കറിയാം ശബരിമല പരിസരത്ത് ചിത്രീകരിക്കുന്ന ഹൈക്കോടതിയുടെ വിലക്കൊക്കെ ഏർപ്പെടുത്തിയതാണ്. ആ വിലക്കുകൾക്കിടയിലും എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് അവിടെ പരിസരത്ത് മോഹൻലാൽ സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നമ്മൾക്ക് ഒരു എടുത്തു പറയത്തക്ക പ്രധാന വാർത്തകളെന്ന് പറയുന്നത്. മറ്റൊന്ന്, കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് നമുക്കറിയാം ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ജാഗ്രത ഇന്നലെ രാത്രിയോടുകൂടി തന്നെ സംസ്ഥാന വ്യാപകമായ തീരദേശങ്ങളിലൊക്കെ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി കൊല്ലത്ത് ജാഗ്രതാ നിർദ്ദേശം കർശനമായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശങ്ങളിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ആ രീതിയിലുള്ള അലർട്ട് ജില്ലാ ഭരണകൂടം കൊല്ലത്ത് നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നിപ്പോൾ തെക്കൻ ജില്ലകളിൽ നമ്മൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്ന വാർത്തകളും സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും അമ്പിളി. ശരി, ഇനി അമ്പിളി മധ്യ കേരളത്തിലേക്ക് പോയാൽ അവിടെ പ്രശാന്ത് തയ്യാറാണ്. പ്രശാന്ത് നേരത്തെ മാസപ്പടി കേസിൽ ഇനി എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായൊരു വിശദീകരണം നൽകുകയുണ്ടായി. ഒപ്പം കാലടി സർവകലാശാലയുടെ കാര്യം, ഇത് രണ്ടും മാറ്റി നിർത്തിയാൽ മറ്റ് മധ്യ കേരളം ഇന്ന് ഫോക്കസ് ചെയ്യുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത് അത് എന്തൊക്കെയാണ് പ്രശാന്ത്? മായ, അമ്പിളി, ഏതായാലും ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കൊച്ചിയെ മധ്യ കേരളത്തിലേക്ക് സംബന്ധിച്ച്. പക്ഷേ നേരത്തെ അൻഫിൽറ്റ് സൂചിപ്പിച്ച പോലെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു സാധ്യത തീരദേശ മേഖലയിൽ ആലപ്പുഴയും അതുപോലെ തന്നെ തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചിയിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. 2 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഹൈക്കോടതിയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ അതിൽ പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ? സർക്കാർ ആ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സുപ്രീം കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന നിലപാട് ഒരുപക്ഷെ സർക്കാർ അറിയിക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സവർക്കറുടെ ചോദ്യം, സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം പുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരെ അധ്യാപകനെതിരെ നടപടി, അക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിമന്യു കേസിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ട നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് കോടതിയുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന വാർത്തകളുള്ളത്. മറ്റൊന്ന്, MA കോളേജ്, നമ്മൾ കഴിഞ്ഞ ദിവസം സമരങ്ങളൊക്കെ കണ്ടതാണ്. MA കോളേജിൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ് വീണ്ടും. അവിടെ ഉന്നതാധികാര സമിതി, അതായത് അവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നടപടികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സമിതിയിൽ ആരൊക്കെ എന്നുള്ള കാര്യം ഇന്ന് അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് കൊച്ചിയെ സംബന്ധിച്ച്. എറണാകുളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിന് സമാനമായ രീതിയിലുള്ള വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടി ഉയരും എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള വാർത്ത.
ആലപ്പുഴയിലേക്ക് വന്നാൽ നമുക്കറിയാം വള്ളംകളിയുടെ ആവേശ ആരവത്തിലേക്ക് ആലപ്പുഴ മാറുകയാണ്. അതിന് മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതോടൊപ്പം തന്നെ അങ്ങനെ പറയുമ്പോൾ ഒരു ആഘോഷ തീർപ്പിലേക്ക് ആലപ്പുഴ പോകുമ്പോഴും നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടർ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, കരുവാറ്റയിലെ കൊലപാതകം, ആ മുത്തച്ഛന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് തുടർ നീക്കങ്ങൾ ആലപ്പുഴയിൽ ഉണ്ടാകും. പാലയിൽ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ പാല നഗരസഭയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളും പല പഞ്ചായത്തുകളിലും ഈ വിമത നീക്കങ്ങളും ഒപ്പം തന്നെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പാലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിലേക്ക് പോയാൽ കർഷക സംഘത്തിന്റെ സമ്മേളനം തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് ഇപ്പോൾ അവധി സമയത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒഴുക്ക് അവിടെയുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലം, വിനോദസഞ്ചാരികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് മധ്യകേരളത്തിൽ പ്രധാനമായും നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ള വാർത്തകൾ. മായ അമ്പിളി. ശരി, വടക്കൻ കേരളത്തിൽ നിന്ന് അനഘയും ചേരുന്നുണ്ട്. അനഘ, ഈ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസമാണ്. അതുകൊണ്ട് ഈ കോഴിക്കോട് ബീച്ചിലേക്കുള്ള പ്രവേശനമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? തീർച്ചയായും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ബീച്ചുകളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ബീച്ചുകളിലുള്ള കച്ചവടമടക്കം നിരോധിച്ചുകൊണ്ട് ഇന്നലെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. മാത്രമല്ല മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റെയ്ഡ് അടക്കം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളടക്കം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നിഖിലിന്റെ അടക്കം വീടിലും ഫ്ളാറ്റിലും അടക്കം ഇന്നലെ ED റെയ്ഡ് നടത്തിയിരുന്നു. ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതായിരുന്നു CPIM ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണം. ഇതിനെ തുടർന്നുള്ള ഒരു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തന്നെയാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് പ്രധാനമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇനി ഓണം വരികയാണ്. നമുക്കറിയാം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കാണ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗതാഗത കുരുക്ക് തന്നെയാണ്. നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 31 വരെ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള പാർക്കിങ്ങുകൾ അടക്കം നിരോധിച്ചുകൊണ്ട് തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇതാണ്. ഇനി നമ്മൾ മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറം തിരൂർ തുഞ്ചൻ സർവകലാശാലയിൽ ഒരു ഗവേഷക വിദ്യാർത്ഥി സമരം ചെയ്യുന്നുണ്ട്. അധ്യാപകൻ ജാതി പറഞ്ഞു അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിനി സമരം നടത്തുന്നത്. ഈ സമരം 5-ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. CJP അടക്കം ഈ സമരത്തിന് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ഈ CJP അടക്കം ഈ പെൺകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർവകലാശാലയിലെ വൈസ് ചാൻസലർ അടക്കം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.